അമ്മ മരിച്ചിട്ട് 40 വർഷമായി. അവൻ്റെ മോൻ്റെ കല്യാണം പിന്നീട് നടന്ന ചേട്ടത്തിയുടെ മോൻ്റെ 40 വർഷം അമ്മ ഇവർ ഞാൻ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഒന്നും എനിക്ക് ആരും കൂട്ടുമില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇവരുടെ അമ്മ മരിച്ചിട്ട് 11 കൊല്ലമായി. ഈ അപ്പു എന്ന് പറഞ്ഞ എൻ്റെ മോൻ്റെ ചേട്ടത്തി മരിച്ചിട്ട് അന്നേരം അവനെ അവിടെ എയർഫോഴ്സിലായിരുന്നു മോനെ. അന്നേരം അവൻ്റെ ഭാര്യയും മക്കളെ ഇവിടെ കൊണ്ടുവിട്ടേച്ച് അമ്മമ്മയ്ക്ക് കൂട്ടായിട്ടിരിക്കട്ടെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവിട്ടേച്ച് പോയതാണ്. അങ്ങനെ അവരിവിടെ താമസമാക്കി. അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇവർ വരുന്നവരെ ഒറ്റയ്ക്കായിരുന്നു. തന്നെയാണ് താമസിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ജീവിതം ഒരുപാട് അറിഞ്ഞ ഒരാളാണ് ഈ അമ്മ. ഒരു കലാകാരിയായി നേടിയത് പേരും പ്രശസ്തിയും മാത്രമാണ്. സ്വന്തമായി ഒരു വീടുണ്ടാക്കാനുള്ള സമ്പാദ്യം കൂടി നാടകങ്ങളിൽ നിന്ന് കിട്ടിയില്ല. ഈ അഭിനേത്രിക്ക് ഒടുവിൽ അഭയമൊരുക്കിയത് സ്വന്തം സഹോദരങ്ങളാണ്. അനിയത്തിയുടെ സഹായമായി വീടൊക്കെ, അല്ലാതെ ഞാൻ വെച്ചതല്ല, അനിയത്തി വെച്ചതാണ്. പഴയ വീടുണ്ടായിരുന്നു, അത് പൊളിച്ചേച്ച് അന്ന് ഓലയല്ലയോ, ഓലയും അത് ഓടോ ഒക്കെയാണ്. പിന്നത്തെ ഇത് അവൾ അനിയത്തി വെച്ച് തന്നതാണ് ഇവരെയൊക്കെ. ഈ എല്ലാ സാധനങ്ങളും സ്വാതന്ത്ര്യമായിട്ട് ഒന്നിനും എങ്ങോട്ടും പോകാതിരിക്കാനില്ല. ലൈറ്റായാലും അതായാലും ഇതായാലും. ചേട്ടത്തിയുടെ മോൻ്റെ മക്കൾ അവരായിപ്പോൾ എന്നെ അന്വേഷിക്കുന്നത്. ചേട്ടത്തിയുടെ മോനായ മരിച്ചത്, അവനായിരുന്നു നമ്മുടെ സംരക്ഷകനായിട്ട് നിന്ന്. ഇപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ 3 മക്കളുണ്ട്. ഇപ്പോൾ അതുങ്ങൾ തരുന്നതുകൊണ്ട് കഴിക്കുന്നു, മരുന്ന് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചിലവുണ്ട് മോനെ. എൻ്റെ പിള്ളേർക്കും അതുങ്ങൾ കൊണ്ടായിട്ടല്ല. ഈ അനുഭവങ്ങളൊന്നും എനിക്ക് എൻ്റെ ദുഃഖം ഓർത്താൽ വരേണ്ടതല്ല. പക്ഷേ ദൈവം എനിക്കെല്ലാം തന്നത് ഞാൻ അനുഭവിക്കുന്നു. പക്ഷെ അപ്പോൾ താങ്ങാന കുഞ്ഞുങ്ങൾ ഉള്ളതൊരു സമാധാനമാണ്. അവരും ഇല്ല, ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആരിയ്ക്കുന്നു? ഒരുത്തരുമില്ല. രോഗദുരിതങ്ങളിൽ വട്ടം ചുറ്റുന്ന ഈ കാലത്തും ഈ കലാകാരി ആർക്കു മുന്നിലും സഹായത്തിനായി കൈനീട്ടാറില്ല. സ്വന്തം വിഷമതകൾ പറയാറുമില്ല. അറിഞ്ഞു സഹായിക്കുന്ന കുറച്ചുപേർ ഇവിടെ കുടുംബത്തിലുണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ വൃദ്ധയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഇന്നലെയുടെ പ്രിയപ്പെട്ട ഈ അഭിനേത്രിയെ കണ്ടില്ലെന്ന് നടിക്കാനാവുമോ നമുക്ക്? വേറെ ആര് തരാനാ? എല്ലാവരും പേർഷ്യക്കാരൊക്കെ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് കൊണ്ട് ആരുമില്ല. എൻ്റെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. പിന്നെ ഉപ്പാപ്പന്മാരുടെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ കാര്യം. അവരോടൊക്കെ നമ്മൾ ചോദിക്കത്തുമില്ല, ഇല്ലെന്ന് പറയത്തുമില്ല. നമുക്കൊരു ഇത്രയും കാലം കലാരംഗത്തൊക്കെ നടത്തിയ ഒരു അഭിമാനം നമുക്കില്ലേ? നമ്മൾ എല്ലാവരോടും 10 പൈസ എന്ന് പറയുന്നത് ഞാൻ പറയത്തില്ല, മരിക്കുന്നവരെ പറയത്തില്ല. കലയിൽ വന്നാൽ എനിക്കിഷ്ടമായിരുന്നു, അല്ലേ ഞാൻ പോകത്തില്ലല്ലോ. പക്ഷേ ഇപ്പോൾ തോന്നുന്നു വേറെ ഉദ്യോഗമായിരുന്നെങ്കിൽ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കാമായിരുന്നു. എന്നാലും കലയെന്ന് പറഞ്ഞത് വലുതാ മോനെ, അത് കിട്ടത്തില്ലല്ലോ ഇപ്പോൾ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും ഉണ്ട്. ആ കൊച്ചു പിള്ളേരൊരു പാട്ട് പാടിയാൽ ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് കേട്ടിട്ട് അവരെ വിളിക്കും ഞാൻ. എനിക്കത്ര ഇഷ്ടമാണ്. സ്നേഹത്തിന്റെ മുഖങ്ങളും സഹായിക്കാനായി കൈപിടിച്ചവരും ഓരോരുത്തരായി കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്നത് കണ്ടുനിന്ന ഒരമ്മ ഇവിടെ പ്രാണസങ്കടങ്ങളിൽ നെഞ്ചുപൊട്ടി കരയുന്നു. നാടക അരങ്ങുകളിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഇവർ നിലവിട്ട് കരയുകയാണ്. സാറ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തന്നേനെ. അത്ര ഇതായിരുന്നു. അമ്മണി വന്നു കഴിഞ്ഞല്ലേ അവിടെ ട്രൂപ്പും നാടകവും എല്ലാം ഉണ്ടായി. ഞാൻ ആദ്യ നാടകം തൊട്ട് ഞാൻ അഭിനയിക്കുന്ന അത് പറഞ്ഞ ചേട്ടാ വിജയരാഘവനോട് മാവേലിക്കര ചോദിച്ചപ്പോൾ പറഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള നടി ഏതാണെന്ന് ചോദിച്ചെന്ന്. അന്നേരം പറഞ്ഞെന്ന് ഇവിടെ വന്ന മുദ്രക്കാരും വേറെ ആരണ്ടൊക്കെ പറഞ്ഞു. എനിക്ക് മാവേലിക്കര അമ്മണി എന്ന് പറഞ്ഞ ആളിനെ നല്ല നടിയായിട്ട് ഞാൻ കാണുന്നുള്ളെന്ന് പറഞ്ഞു. വാർദ്ധക്യ അവശതകളിലും സാമ്പത്തിക പരാധീനതകളിലും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ ബന്ധപ്പെടുന്ന കാലത്താണ് അമ്മിണിക്ക് മറ്റൊരു അപകടം കൂടി സംഭവിച്ചത്. ഈ അപകടത്തിൽ സാരമായി പരിക്കേറ്റ ഇവർക്ക് പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 65 കൊല്ലം ഞാൻ കലാരംഗത്ത് സേവനം അനുഷ്ഠിച്ചതിന് കിട്ടിയ പ്രതിഫലമാണിത്. ഇത് 2 എണ്ണം കലാരംഗത്തുനിന്നും കിട്ടി, 1 എൻ്റെ പള്ളിയിൽ നിന്നും കിട്ടി. അങ്ങനെ 3 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കിട്ടിയിരിക്കുന്ന സേവനത്തിൽ കിട്ടിയിരിക്കുന്ന വലിയ കാര്യം. അതിൽ 1 എന്താ പറയുക മുദ്രക്കാരൻ മാവേലിക്കരയും തന്നു. 1 ഞങ്ങളുടെ ചെന്നിത്തല പഞ്ചായത്തിൽ മെമ്പർമാരെല്ലാവരും കൂടെ കൂടി മനേരന്മാരും കൂടെ കൊണ്ടു തന്നു. 3 പൊന്നാടെ ഇവിടെ കൊണ്ടുവന്നായിട്ടത്. സമ്പന്നമായ ഒരു അഭിനയ ജീവിതത്തിന്
ഒരു കലാകാരിക്ക് കിട്ടിയ ആദരവുകൾ ഇതുമാത്രമാണ്. ഇവയെല്ലാം വിലപ്പെട്ട സമ്മാനങ്ങളായി അമ്മിണി കാണുന്നു. കലാലോകത്തിന് മാവേലിക്കര അമ്മിണിയുടെ സംഭാവനകൾക്ക് പകരമാകുമോ ഇതൊക്കെ? ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഈ അഭിനേത്രി എന്തുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടാതെ പോകുന്നത്? ഈ 3 എണ്ണം ഇനി ഞാൻ പോകുന്ന അവസാന യാത്രയിൽ എന്നെ ഇട്ടുവിടും. അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ലാഭവും ഏറ്റവും വലിയ സന്തോഷവും. ഒരു നാടകത്തിന് തിരശീല ഉയരുമ്പോൾ അരങ്ങിൽ കാണുന്ന ദൃശ്യമല്ലിത്. ഇത് ഇന്നത്തെ കാലത്തിന് മുന്നിൽ ഒരു കലാകാരിയുടെ പ്രാർത്ഥനാമുഖമാണ്.